നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. Five of Wands, the Wheel of Fortune, the Magician, Justice, Two of Cups, Queen of Cups, Queen of Pentacles, the Empress, Eight of Cups, Page of Swords. മെസ്സേജ് കാർഡ് എടുക്കാം. വാല്യൂസ് എന്നാണ്. കമ്മിറ്റ്മെന്റ് ആണ്. റിഫ്ലക്ഷൻ, അൺഅപ്രീഷിയേറ്റഡ് എന്നാണ്. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. ഇറീപ്ലേസബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി എടുക്കാം. റിവീൽ. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിലായിരിക്കും നിങ്ങളിപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്നുണ്ടാവുക. എന്തെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ രണ്ടുപേരും തമ്മിലൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ മറ്റൊരാൾ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ് നടന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഗിൽറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ അവർ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം അവർക്കുണ്ട്. അതായത് പലപ്പോഴും നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മാനസികാവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ പേഴ്സണുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്നാൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ഉണ്ടായിട്ടുള്ള അതായത് അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്കൊരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമവും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം അത്, നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം.
അതുപോലെ തന്നെ അവർക്കും ഉണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങളുടെ പേഴ്സണ് നന്നായിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അത്രയും വിഷമത്തിലാണ്, അവർ വേദനിക്കുകയാണ് എന്നുള്ളതാണ്. അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്നാൽ നിങ്ങളെ അവർക്ക് പലപ്പോഴും വേദനിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പെയിൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മാറി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ പെയിൻ കൊണ്ടാണ്, വേദന കൊണ്ടാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വാല്യൂസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളും ഒരു ഇൻഡിപെൻഡൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ആളായിരിക്കാം. അപ്പോൾ അത്രയും വാല്യൂ അവർക്ക് നിങ്ങളുടെ മുൻപിലില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണുണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് അവർ നിങ്ങളെക്കാട്ടിയും വാല്യുബിൾ ആണെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങൾ വാല്യുബിൾ ആണ്, നിങ്ങൾക്ക് ഒരു വാല്യൂ ഒക്കെ ഉണ്ട്, അവരെക്കാൾ കൂടുതൽ വാല്യുബിൾ ആണ് നിങ്ങൾ എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു അകൽച്ച ആയിക്കോട്ടെ, ഒരു നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ആയിക്കോട്ടെ, നിങ്ങളെ അവർ മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കാത്തതായിക്കോട്ടെ, എല്ലാം അവരുടെ മനസ്സിലുണ്ട് അതിൻ്റെ ഒരു വേദന. എങ്കിലും അതിൽ നിന്നൊക്കെ ഈ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വീണ്ടും പഴയ പോലെ വരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു നീതി ഉണ്ടാവണം ഈ റിലേഷനിൽ, നിങ്ങൾക്ക് നീതി തരണം എന്നുള്ളതുപോലെ തന്നെ അവരോട് നിങ്ങളും നീതി കാണിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എംപ്രസ് കാർഡാണ്, ഈ കാർഡും കാണിക്കാൻ പറ്റാത്തൊരു കാർഡാട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വാല്യുബിൾ ആണ് നിങ്ങളെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒരുപാട് പെയിൻ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊക്കെ ചിന്തകൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിവീൽ എന്ന് കാണിക്കുന്നുണ്ട്, ദ വീൽ ഓഫ് ഫോർച്യൂൺ. പല കാര്യങ്ങളും പുറത്ത് വരാനുണ്ട്, പല കാര്യങ്ങളും തിരിച്ചറിയാനുണ്ട് ഈ റിലേഷനിൽ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും അവരോടും പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ടായിരിക്കാം. അങ്ങനെ ഒരു റിവീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തെ കൂടുതൽ ദൃഢമാക്കുന്ന രീതിയിലുള്ള ഒരു റിവീൽ, ഒരു കാര്യം നിങ്ങൾ തുറന്ന് പറയുന്ന അല്ലെങ്കിൽ തുറന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷനാണ്. 2 of Cups എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ ഇറീപ്ലേസബിൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സണ് മറ്റാര് വന്നാലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു ബോണ്ടിങ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളോട് മാത്രം തോന്നുന്ന ഒരു പ്രത്യേക തരം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് ഒരിക്കലും മറ്റൊരാളെ കൊണ്ടുവരാനോ കാണാനോ വേണ്ടി സാധിക്കില്ല എന്ന് കാണിക്കുന്നു. അതുപോലെ കമ്മിറ്റ്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവണം, ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും മിനിമം വേണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ റിഫ്ലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അവരത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന, ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അവർ ചെറിയൊരു കാര്യമാണെങ്കിലും അതവരെ മാനസികമായിട്ട് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലൂടെ പോകുന്നത്. പലപ്പോഴും അവർക്ക് വാല്യൂ ഇല്ല എന്ന് അവർക്ക് തോന്നുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നൊരു പേഴ്സണാണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം.
ഡോൺ സ്റ്റോപ്പ് എന്നാണ്. നിങ്ങളെ റിലേഷൻഷിപ്പ് അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇത് എൻഡ് ആക്കി പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോളോ മെസ്സേജോ ഇൻഫർമേഷനോ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ്. നിങ്ങളുടെ ഈ റിലേഷനിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ഈ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു എന്നാണ്. നിങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതായത് നിങ്ങളാണ് നിങ്ങളുടെ റിലേഷൻ എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണോ, ഈ പേഴ്സൺ തിരിച്ചു വന്നാൽ സ്വീകരിക്കണോ എന്നൊക്കെ നിങ്ങളിലാണ് അതിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ നിങ്ങളിലാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി എന്നാണ്. നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്ന സിറ്റുവേഷനൊക്കെയുള്ള അവസരങ്ങളും കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. മാർച്ച് 2000, ജനുവരി, ജൂലൈ, ജൂൺ, ഡിസംബർ, ലെറ്റർ ഡി, ലെറ്റർ എച്ച്, ലെറ്റർ ബി, ലെറ്റർ സി, letter R, letter U, നവംബർ, അനീഴം, ഉത്രാടം, 1998, 1986, അശ്വതി, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.